ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബക്കറ്റ് സീറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. ഇതിനായി യൂസ് ചെയ്തേക്കുന്ന ഷീറ്റ് 16 ഗേജിൻ്റെ ഷീറ്റാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ മെഷർമെൻറ്റൊക്കെ ഈ ഒരു ഷീറ്റിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തതാണ്. അതിനുശേഷം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട്, അതായത് ഗ്രൈൻഡർ വെച്ച് ലൈൻ ഇട്ടിട്ട് ബെൻഡ് ചെയ്തെടുക്കുന്നത് ഈ കാണുന്നത്. എല്ലാ സൈഡും, അതായത് ബെൻഡ് വരേണ്ട ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡർ വെച്ച് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ടിട്ട് ബെൻഡ് ചെയ്തെടുത്താണത്. അല്ലാണ്ട് ബെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കിതുപോലെ കറക്റ്റ് ബെൻഡായി കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. സെയിം അളവിൽ 2 എണ്ണം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് ഇത് വെൽഡ് ചെയ്യണം. ഈ ജോയിൻ്റ് വെൽഡ് ചെയ്യണം. ജോയിൻ്റ് കിട്ടുന്ന എല്ലാ ഭാഗങ്ങളും ഇതേപോലെ വെൽഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ മേലെ സ്പോഞ്ച് ഒട്ടിക്കലാണ്. സ്പോഞ്ച് ഒട്ടിക്കുന്നതിന് മുന്നേ നിങ്ങളെ റെയിലിൻ്റെ മേലെ നെറ്റ് ബോൾട്ട് ഇട്ട് സെറ്റാക്കാൻ പറ്റുന്ന വിധത്തിൽ ഇതിൻ്റെ അടിയിൽ നെറ്റ് ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്യണം. അതിന് ശേഷമാണ് സ്പോഞ്ച് ഒട്ടിക്കാൻ പറ്റും. പിന്നെ സ്പോഞ്ച് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ വെൽഡിങ്ങോ കാര്യങ്ങളൊന്നും നടക്കില്ല. അതിന് ശേഷം ഈ കാണുന്ന പോലെ സീറ്റ് കവറ് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചതാണ്. ബാക്ക് സൈഡൊന്നും ചെയ്തിട്ടില്ല, ബാക്ക് സൈഡിൽ ഒട്ടിച്ച് വെച്ചതാണ്. അതിൻ്റെ ഇരിക്കേണ്ടടുത്ത കുഷനാണ്, കുഷൻ സെപ്പറേറ്റ് വെച്ചതാണ്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഈ ഹെഡ് വെക്കുന്ന പോർഷനിൽ, അതായത് നമ്മുടെ ഹെഡിൻ്റെ ബാക്ക് പോർഷനിൽ ഇതേപോലെ 2 ഹോൾ വരുന്ന പോർഷനുണ്ട്. അവിടത്തേക്കുള്ള കവറുള്ള ഫ്രെയിം, അവർ 2 ബ്ലാക്ക് കളറുള്ള ഫ്രെയിമാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും മെറ്റലിൽ തന്നെ ചെയ്തെടുക്കുന്നത്. നമ്മൾ കവറ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മളെ സീറ്റിൻ്റെ ബാക്കി പരിപാടി നോക്കാം. സീറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെടുത്ത് സെറ്റ് ചെയ്ത്, അടുത്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫ്രെയിം പെയിൻറ്റ് ചെയ്തിട്ട് ആ ഹോളിൻ്റെ ഉള്ളോട്ട് ഇട്ട് കൊടുക്കലത്. നമ്മൾ ഈ ഫ്രെയിം കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സീറ്റ് കട്ട് ചെയ്തിട്ട് വേണം കയറ്റാൻ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല.
ക്രോസായിട്ട് കട്ട് ചെയ്തിട്ട് ടൈറ്റാക്കി കയറ്റിയാൽ മതി. അപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പം ഏട്ടൻ്റെ മോൻ വന്നിട്ട് സീറ്റിൻ്റെ ഉദ്ഘാടനവും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.